ബൈബിളിൽ എന്തെല്ലാം തരത്തിലുള്ള പ്രോമിസിങ് കൊടുത്തിട്ടുണ്ടോ, വാഗ്ദാനം നടത്തിയിട്ടുണ്ടോ, അതെല്ലാം ഈ ഉടമ്പടി നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മർച്ചൻ്റ് നേവി പയ്യൻ്റെ പ്രശ്നം എന്താ? അവൻ ഈ ആസ്തികളിലേക്കാണ് ഉടമ്പടി, അവൻ്റെ കൂട്ടുകാരൻ വന്നിട്ട് ഓൺലൈൻ ഉടമ്പടി ചെയ്യണത്. കഴിഞ്ഞ ആഴ്ചത്തെ സാക്ഷിയാണ് കേട്ടോ. അതായത് ചെയ്ത് കഴിയുമ്പോഴും ഉടനെ, കഴിഞ്ഞ ആഴ്ചത്തെ ഇന്നലത്തെ സാക്ഷിയാണ്. അതായത് ചെയ്ത് കഴിയുമ്പോൾ ഉടനെ ഇവൻ ധ്യാനം കൂടാൻ തുടങ്ങും. ധ്യാനം കൂടി വന്നപ്പോൾ എല്ലാ കാര്യത്തിനും തീരുമാനമായി. വിശ്വാസമെല്ലാം തിരിച്ചു വന്നു. പ്രാർത്ഥനാ ജീവിതം കറക്റ്റ് ചെയ്തു. അതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ 3 മാസം കൊണ്ട് ആ ഉടമ്പടി തീരുന്ന മുമ്പ് തന്നെ കർത്താവ് ഇവനെ വീണ്ടും കപ്പലിലേക്ക് വിളിച്ചു. എന്നിട്ട് 8 മാസത്തെ കപ്പൽ ജോലിയും കഴിഞ്ഞിട്ടാണ് അവൻ ഇന്നലെ വന്ന് സാക്ഷ്യം പറയണത്. അപ്പോൾ ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാമാണെന്ന് അതായത് കപ്പൽ ജോലിക്കാരന് കപ്പൽ ജോലി, രോഗിക്ക് ആശ്വാസം, ഇങ്ങനെ എന്തെല്ലാം ഒ ഇ ടിക്കാരന് ഒ ഇ ടി, IELTS-കാരന് IELTS, ഇതിങ്ങനെ ഓരോ ആവശ്യം, വീട് വിൽക്കണോ, സ്ഥലം വിൽക്കണോ, അത് വീട് വാങ്ങിക്കണോ. ഇപ്പോൾ ഇന്നലത്തെ സാക്ഷ്യം എന്താണ്? അവിടെ പ്രളയം കയറിയപ്പോൾ സ്ഥലമാണ്. പ്രളയം കയറിയിട്ട് അവിടെ ഇനി പൊറുക്കാൻ പറ്റത്തില്ല. 2010 ഇന്നലത്തെ സാക്ഷ്യമാണ് വയനാടുകാരുടെ. അതായത് പ്രളയം കയറിപ്പോയി. പ്രളയം കയറിയപ്പോൾ എന്നാ പറ്റിയത്? ആറ്റുവെള്ളം കയറിയിട്ട് 2018 വെള്ളം കയറി, 2019 വെള്ളം കയറി. അപ്പോഴാ സ്ഥലം മുഴുവനും വിൽക്കാൻ പറ്റാത്ത കണ്ടീഷനായി. ആ സ്ഥലം മുഴുവൻ വിൽക്കാൻ പറ്റാത്ത മകൾ ഉടമ്പടി എടുക്കാൻ വന്നപ്പോഴേ, അവളെ കെട്ടിച്ചുവിട്ട മോളാണ്, അപ്പൻ്റെ സ്ഥലം വിൽക്കാത്ത സ്ഥലവും കൂടി ഉടമ്പടി വെച്ച് വീട്ടിൽ ചെന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ അപ്പനെ വിളിച്ചൊരുത്തൻ, നിങ്ങളുടെ സ്ഥലം കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ച്. അത് 3 ദിവസം കൊണ്ടാണ്, എത്രയോ കാലമായിട്ട് വിൽക്കാത്ത സ്ഥലമാണ്, 3 ദിവസം കൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ സ്ഥലം കൊടുക്കുന്നുണ്ടോ? അപ്പം പറഞ്ഞ് കൊടുക്കണ്ടല്ലോ, എന്നാ വേണ്ടി വരുമായിരിക്കും? 20 ലക്ഷം വേണ്ടി വരുമെന്ന് പറഞ്ഞ്. ആ 20 ലക്ഷത്തിന് സ്ഥലമുണ്ട്, 17 തരാമെന്ന് പറഞ്ഞു. അന്ന് ഉറപ്പിച്ച് ചാപ്റ്റർ ക്ലോസ് ചെയ്ത്. സെക്കൻഡുകൾക്കുള്ളിലാണ് വിഷയം. എന്ത് ബ്ലോക്കി കിടക്കുന്ന സംഭവമാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ വന്നിരിക്കുന്ന സ്ഥലം നിങ്ങൾക്കറിയാമല്ലോ, ഉടമ്പടിയെ ബൂസ്റ്റ് ചെയ്ത് തരണതെല്ലാം അമ്മയുടെ പ്രത്യക്ഷീകരണമാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണമെന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. അല്ല ഉടമ്പടി വെച്ചിരിക്കുന്ന IELTS പാസ്സാക്കണേ, സ്ഥലം വിറ്റ് മാറണമെന്ന് പ്രാർത്ഥിക്കരുത്. മറിച്ച് എന്താണ്? അമ്മയുടെ ഒന്ന് പ്രാർത്ഥിച്ച്, അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയായി എന്നെയും മാറ്റണമേ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയായി എന്നെ രൂപാന്തരപ്പെടുത്തണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ വ്യത്യസ്തമായ സംഭവം കണ്ടില്ലേ നിങ്ങൾ? സ്ഥലം വിൽപ്പന, വീട്, ക്യാൻസർ, ജോലി, ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നടക്കണത്? എന്തുകൊണ്ടാണ്? അതായത് ക്രിസ്തു എല്ലാമായതുകൊണ്ടാണ്. ഉടമ്പടിയിൽ എല്ലാ സമയത്തും ഞാൻ വിട്ടുമാറാതെ പറയുന്നൊരു സംഭവമാണ്. എന്താണ്? ക്രിസ്തു എല്ലാമായതുകൊണ്ടാണ്. അതാണ് കൊളോസ്യസ് 3:11, ക്രിസ്തു എല്ലാമാണ്. ഒന്ന് പറഞ്ഞേ, ക്രിസ്തു എല്ലാമാണ്. എല്ലാവരിലുമാണ്. ഉടമ്പടി എടുക്കുമ്പോഴേ എന്താണ് കിട്ടണത്? ക്രിസ്തുവിനെയാണ് കിട്ടണത്. മനസ്സിലായില്ലേ? അല്ലാതെ ഞങ്ങൾ വീട് വിറ്റു, അല്ല സ്ഥലം വാങ്ങി, നിങ്ങൾ വിദേശത്ത് പോയി എന്നല്ല പറയേണ്ടത്. ഞങ്ങൾക്ക് ക്രിസ്തുവിനെ കിട്ടിയെന്നാണ് പറയേണ്ടത്. ഇവിടെയാണ് ആൾക്കാർക്ക് തെറ്റിപ്പോണത്. നിങ്ങൾ ഓർക്കണം, ഞങ്ങൾക്ക് അനുഗ്രഹം കിട്ടിയെന്നാണ് ആൾക്കാർ പറയണത്. അനുഗ്രഹം അല്ല കിട്ടിയത്. ആക്ച്വലി യു ഗോട്ട് ജീസസ് ക്രൈസ്റ്റ്. നിങ്ങൾക്ക് കർത്താവിനെയാണ് കിട്ടിയത്. ഒരു മനുഷ്യൻ്റെ ഭൗതികവും ആത്മീയവുമായ എല്ലാത്തിനും വേണ്ടിയുള്ള
ദൈവത്തിൻ്റെ ഫുൾ ആൻഡ് ലാസ്റ്റ് ഓപ്ഷനാണ് ജീസസ് ക്രൈസ്റ്റ്. കൈയിട്ടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ആരാധന, ഹല്ലേലൂയ, 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 കർത്താവേ യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, യേശുവേ ആരാധന, ആരാധന തന്നെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നു. ഇത്ര സ്നേഹിക്കാനെന്തു വേണം, ഇത്ര ചെറുതാകാൻ എത്ര വളരണം, ഇത്ര സ്നേഹിക്കാനെന്തു വേണം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. നമ്മൾ ഇപ്പോഴിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദർശനം ഉണ്ടായി. ഈ ദർശനം എന്ന് പറയുന്നത് തൊലി പൊളിച്ച ഒരു തവള, അതാണ് ദർശനം. അതിലൂടെ പരിശുദ്ധാത്മ പറയണത് നിരങ്ങണ കൊച്ചാണ്. പക്ഷെ കുഞ്ഞിൻ്റെ ശരീരത്ത് മുഴുവനും ഇങ്ങനെ എന്തോ ഒരു പാട പോയിട്ട് അലർജി പോലെയുള്ള ഒരു വിസർപ്പം പോലെയുള്ള എന്തോ ത്വക്ക് രോഗമാണ്. പക്ഷെ കുഞ്ഞിൻ്റെ മുട്ടുകളൊന്നും അനങ്ങണില്ല, നിൽക്കാൻ പറ്റാത്ത രീതിയിലാണ് ഉള്ള അവസ്ഥ. ഇതുപോലെ നിൽക്കാൻ പറ്റാത്തവരെ, അതായത് വാദമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ത്വക്ക് രോഗമോ മൂലം, അതായത് തലയിലുള്ള കൊച്ചിൻ്റെ തല കാണാനില്ല, ഇതിൻ്റെ അകത്ത് ദർശനത്തിൽ തലയില്ല. ദാറ്റ് മീൻസ് തലയിലുള്ള എന്തെങ്കിലും ഞരമ്പിൻ്റെ തലച്ചോറിൻ്റെ കുഴപ്പം കാരണം അവയവങ്ങൾ പ്രവർത്തിക്കാത്തവരെ കർത്താവ് ഇപ്പോഴും സ്പർശിച്ചുകൊണ്ട് സൗഖ്യം നൽകിക്കൊണ്ടിരിക്കുകയാണ്. നന്ദി പറയുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോഴേ ക്രിസ്തു എല്ലാമാണെന്ന് പറയുമ്പോഴും ബേസിക് ക്രിസ്തു നമ്മളിലേക്ക് വരുന്നു എന്ന് പറയുമ്പോഴും, ഉടമ്പടി വഴി ക്രിസ്തു നമ്മളിലേക്ക് വരുന്നു എന്ന് പറയുമ്പോഴും, ഇൻ വാട്ട് ഫോം ജീസസ് കമ്മിങ് ടു അസ്, നമ്മളിലേക്ക് എങ്ങനെയാണ് ക്രിസ്തു എന്ത് ഫോമിലാണ് വരണത്? അത് നമുക്കറിയാം. ജീസസ് നമ്മളിലേക്ക് വരുന്നത് ഒറ്റ ഫോമിലാണ്. എന്താണ്? പവർ ഫോമിലാണ് വരുന്നത്. ജീസസ് ഒരേ സമയം വ്യക്തിയുമാണ്, പിന്നെ ആരാണ്? ശക്തിയുമാണ്. പക്ഷെ നമ്മളിലേക്ക് വരുന്നത് എന്ത് ഫോമിലാണ്? പവർ ഫോമിലാണ് വരുന്നത്. എന്നുവെച്ചാൽ ശക്തിയുടെ രൂപത്തിലാണ്. കൊളോസ്യസ് 1:24 യേശു ക്രിസ്തു ദൈവത്തിൻ്റെ ജ്ഞാനവും പറഞ്ഞ് ദൈവത്തിൻ്റെ ശക്തിയും. അപ്പം ദൈവം ബേസിക്കായിട്ട് എന്താണ്? സത്തയിൽ അവൻ ശക്തിയാണ്. ക്രിസ്തു എല്ലാമാണെന്ന് പറയുമ്പോൾ നിൻ്റെ ബലഹീനമായ എല്ലാ സാഹചര്യങ്ങളിലേക്കും ക്രിസ്തു വരും. അതുകൊണ്ട് രക്തസ്രാവക്കാരിയോട് പറയണില്ലേ, ആരാണ് എന്നെ തൊട്ടത്? അപ്പോൾ അപ്പോസ്തലന്മാർ ചോദിക്കും, എല്ലാവരും നിന്ന് തിക്കി ഞെരുക്കുകയില്ലേ അല്ലെന്ന് പറയുക. എല്ലാവരും തിക്കി ഞെരുക്കേണ്ട കാര്യമൊന്നുമില്ല. വിശ്വാസമുള്ളവൻ ഞെരുക്കുമ്പോഴാണ് ശക്തി വരണത്. അതാണ് വിഷയം. അപ്പോൾ ആരും എന്നെ തൊട്ടു എന്ന് പറഞ്ഞപ്പോൾ എന്നിൽ നിന്ന് ശക്തി നിർഗളിച്ചിരിക്കുന്നു. 8:46. അപ്പോൾ ക്രിസ്തു നമ്മളിലേക്ക് വരുന്ന ശക്തിയുടെ രൂപത്തിലാണ്. അതുകൊണ്ടാണ് രക്തസ്രാവങ്ങളും അരിശസ്സും PCOD ഒക്കെ സുഖപ്പെടാൻ കാര്യം അതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഓൺലൈൻ ആരാധന കൂടുമ്പോഴും PCOD ഉള്ളവരും അരിശസ് ഉള്ളവരൊക്കെ അടിവയറ്റ് കൈവച്ച് പ്രാർത്ഥിക്കണം. ഓൺലൈൻ ആരാധന കൂടുമ്പോഴും ശ്വാസകോശ രോഗമുള്ളവരും, നെഞ്ചത്ത് കൈവച്ച് ഹൃദയ രോഗമുള്ളവരും, കരൾ രോഗമുള്ളവരും, ബിൽറൂബിനൊക്കെ എല്ലാം, അതുപോലെ കിഡ്നി ആണെങ്കിൽ ക്രിയാറ്റിൻ എല്ലാം നോർമലായി കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസത്തോടു കൂടി നമുക്ക് പ്രലോങ് ചെയ്യാൻ പറ്റും. കാര്യം അത് അച്ഛൻ അങ്ങനെ പറയുന്നത് കൊണ്ട് എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ കാര്യങ്ങളിലെല്ലാം ആൾക്കാർ പറഞ്ഞ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഇന്ന് യൂട്യൂബ് നോക്കിയാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ സാക്ഷ്യമുള്ളത് എവിടെയാണ്? കൃപാസനത്തിൻ്റെ വെബ്സൈറ്റിൽ യൂട്യൂബിലാണ് ഉള്ളത്. അത് നിങ്ങൾ ഒരു സിനിമാ നടൻ കയറി കൊത്തില്ലേ, എന്താ പറഞ്ഞത്? ഞാനൊരു തേങ്ങായും ഞാൻ 12 വയസ്സിൽ കിഡ്നി രോഗം വരുന്ന ആന കൂന കല്ലാണെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, എന്നിട്ട് ഒരു തേങ്ങയും നടന്നില്ലെന്ന് പറഞ്ഞു. അയാളെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് നമ്മൾ 3 സാക്ഷി വിട്ട് കല്ല് തെറിച്ച് പോണത്. ഉടമ്പടി ചെയ്യുമ്പോൾ കിഡ്നിക്കല്ല് തെറിച്ച് പോണത്, കിഡ്നിക്കല്ല് മൂത്രമൊഴിക്കുമ്പോൾ കൈ കിട്ടണത്, എത്ര സാക്ഷ്യം കിട്ടണേ? എത്ര നിങ്ങൾ കണ്ടില്ലേ? അത് 2 ലക്ഷം പേര് കണ്ടിട്ടുണ്ട് ആ സാക്ഷ്യം. നിങ്ങൾ പോകണം നോക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ശക്തിയാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ഈ ശക്തി വർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നറിയാവോ? ഈ ശക്തി എപ്പോഴും നമ്മളും ശക്തിയായിട്ടിരുന്ന പണിയായിരിക്കും.
നമ്മളിത്തിരി ബലഹീനമാകണം, എളിമപ്പെടണം. പറഞ്ഞ മനസ്സിലായില്ലേ? ഇതിൻ്റെ മെക്കാനിസം പഠിക്കണം. ക്രിസ്തു ശക്തിയാണ്, കൊളോസ്യസ് 1:24. പക്ഷെ നമ്മൾ ശക്തിയായിട്ടിരിക്കും. അത് നമ്മൾ ശക്തിയായ എന്ത് ശക്തിയായിരിക്കും? അത് ലോകത്തിൻ്റെ ശക്തിയായിരിക്കും. മസിൽ പവർ, മണി പവറൊക്കെ ആയിരിക്കും അല്ലേ? മസിൽ പവർ, മണി പവർ. പിന്നെ ചില ആൾക്കാർക്ക് എഡ്യൂക്കേഷൻ ഉള്ള കാരണം പിന്നെ എനിക്ക് പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കണ്ടാൽ മതി, സെല്യൂട്ട് ചെയ്തുകൊണ്ട് എടുക്കുമെന്ന് പറയും. ദാറ്റ്സ് ഓക്കെ. ചില പറയും എനിക്കെന്തിനാണ് പ്രാർത്ഥിക്കണം, ഞാൻ കഷ്ടപ്പെട്ടു, ഞാൻ പഠിച്ചു, എനിക്ക് ബുദ്ധിയുണ്ട്, ഞാൻ ജോലി ചെയ്തു, അല്ലെങ്കിൽ എനിക്ക് നല്ല മാർക്ക് കിട്ടും, എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, കൊണ്ട് കൊടുത്താൽ മതി, അപ്പോൾ തന്നെ എനിക്ക് ജോലി കിട്ടും, എനിക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ അയ്യോ ഭാവികളും വിവരമില്ലാത്തവന്മാരെല്ലാം പത്തിയും കൊണ്ട് നടക്കണം, അതൊക്കെ കുറച്ച് പേരുടെ വയറ്റിപ്പഴപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ യുഡായ്പ് നിരീശ്വരവാദികളും പറയും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു അനുഗ്രഹം കിട്ടുക എന്നുള്ളത് വെറും നിസ്സാരമാണ്. കർത്താവ് എന്താ പറഞ്ഞത്? ദുഷ്ടൻ്റെ മേൽ ഞാൻ അനുഗ്രഹം തരും. അതിനിപ്പോൾ വിശ്വാസി ആയിരിക്കണം നിർബന്ധമില്ല. എലിമാസ് പറയുന്ന, ജോബിനോട് പറയുന്ന തർക്കങ്ങളൊക്കെ ഭയങ്കര രസമാണ് ബൈബിളിലെ. എലിഫാസ് എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനുണ്ട് ജോബിന്, എലിഫാസ്. അയാൾ ജോബിനോട്, അയാളിങ്ങനെ രോഗം പിടിച്ചിരിക്കുന്ന സമയത്ത് പോയി കുറേ തർക്കം പറയും. തർക്കം പറയുമ്പോൾ ജോബിനോട് എലിഫാസ് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് അത്? കർത്താവ് പിന്നീട് പറഞ്ഞിട്ടുണ്ട്, ദുഷ്ടൻ്റെ മേൽ ഞാൻ, ഏത് നിരീശ്വരവാദി ആയാലും ശരി, ഞാൻ അവനെ അനുഗ്രഹിക്കും. ഒരു യുക്തിവാദിയായാലും നിരീശ്വരവാദിയായാലും ദൈവത്തെ അംഗീകരിക്കേണ്ട അല്ലെങ്കിലും നമുക്ക് അനുഗ്രഹം കിട്ടും. അത് പ്രാർത്ഥനയുടെ സബ്ജക്റ്റ് പോലും അല്ല. നിങ്ങൾ ദുഷ്ടനാണെങ്കിൽ അനുഗ്രഹം കിട്ടും എന്ന് പറയണ ആരാണ്? കർത്താവിൻ്റെ വചനത്തിലാണ് പറയണത്. നിങ്ങൾ ദുഷ്ടനാണെങ്കിലും നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടും, ഒരു പ്രശ്നവുമില്ല. അനുഗ്രഹം കിട്ടണമല്ല വിഷയം ഇവിടെ. അത് എന്താണ് വിഷയമെന്ന് ഞാൻ പറയാം. അതൊക്കെ മുമ്പ് നമ്മൾ യോബിൻ്റെ പുസ്തകം 22:17 ഏറ്റു പറഞ്ഞു, അവർ ദൈവത്തോട് പറഞ്ഞു. ആരാണ്? ദുഷ്ടന്മാരുടെ കാര്യം പറയണേ. ഞങ്ങളെ വിട്ടകന്നു പോവുക, സർവശക്തന് ഞങ്ങളോട് എന്ത് ചെയ്യാൻ കഴിയും? ദൈവം എന്നാ ഒലത്തോന്ന് ചോദിക്കത്തില്ല, അതാണ് ചോദിക്കണത്. ഇങ്ങനെ ചോദിക്കുന്ന മനുഷ്യരുണ്ട്. ബൈബിളിൽ അത് പറഞ്ഞിരിക്കണം നേരിട്ട്. ഇങ്ങനെ നമ്മളെ സേവിക്കുക, പിന്നെ ഉടമ്പടി എടുത്ത് എന്നാ വലുതാനാ എന്ന് ചോദിക്കുന്നത് അത് അങ്ങനെയുള്ളവരെ ബൈബിള് ദുഷ്ടന്മാരുടെ കൂട്ടത്തിൽ പഠിക്കണം, വിശ്വാസമില്ലാത്ത ആൾക്കാരുടെ കൂട്ടത്തിൽ പഠിച്ചിരിക്കണം. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ 22:17 അവർ ദൈവത്തോട് പറഞ്ഞു, ഞങ്ങളെ വിട്ട് അകന്നു പോവുക, സർവശക്തന് ഞങ്ങളോട് എന്ത് ചെയ്യാൻ കഴിയും? പക്ഷേ 18-ാം വാക്യം എന്താ? അങ്ങനെ പറഞ്ഞിട്ടും അവൻ ദുഷ്ടനാണെങ്കിലും ദൈവത്തെ തള്ളിപ്പറഞ്ഞെങ്കിലും എന്നിട്ടും അവിടുന്ന് അവരുടെ ഭവനങ്ങളെ നന്മകൾ കൊണ്ട് നിറച്ചു. ദിസ് ഈസ് ഗോഡ്. പിടികിട്ടിയ? അവൻ ദൈവത്തിന് എതിർത്ത് നിൽക്കുന്ന ആളാണ്. ദൈവത്തിനെ കൊണ്ട് എന്നാ കാണിക്കാനാണെന്ന് ചോദിക്കുന്ന ആളാണ്. എന്നിട്ട് പോലും അതുകൊണ്ടാണ് നമ്മളോർക്കണേ പള്ളിയില്ല, പട്ടക്കാരനില്ല, ദുഃഖ വെള്ളിയാഴ്ച വരുമ്പോൾ പള്ളിയിൽ പോകാത്ത ആൾക്കാരെയൊക്കെ വലിയ കോടീശ്വരന്മാരായിട്ടും കാനഡയിൽ അവിടെയൊക്കെ പോയി 4 നില വീടൊക്കെ വെച്ച് 5 കാറും മേടിച്ച് നടക്കുന്ന പാർട്ടിയില്ലേ? എന്താ പ്രശ്നം? ഇതാണ് സംഭവം. ദൈവത്തിനെ തള്ളിപ്പറഞ്ഞാലും അതൊന്നും അനുഗ്രഹത്തിന് ബ്ലോക്ക് ചെയ്യണതല്ല. അതാണ് പറയണത്. അതിൽ 22:17 അവർ ദൈവത്തോട് പറഞ്ഞു, ഞങ്ങളെ വിട്ടുപോവുക, സർവശക്തന് ഞങ്ങളോട് എന്ത് ചെയ്യാൻ കഴിയും? എന്നിട്ടും അവിടുന്ന് പറഞ്ഞ എന്നിട്ടും 22:18 എന്നിട്ടും അവിടുന്ന് അവരുടെ ഭവനങ്ങളെ നന്മകൾ കൊണ്ട് നിറച്ചു. ഇതാണ് ഇതിനകത്ത് വരുന്ന വിഷയം. അതായത് ദുഷ്ടൻ്റെ, ഇതാണ് ഈശോ 10:45 പറയണത്. മത്തായിയുടെ സുവിശേഷം എന്താ പറയണത്? ദുഷ്ടൻ്റെ മേലും ഞാൻ മഴ പെയ്യിപ്പിക്കും, ശിഷ്ടൻ്റെ മേലും ഞാൻ വെയിലുദിപ്പിക്കും. അപ്പം നമ്മുടെ പ്രാർത്ഥനയുടെ ബേസിലല്ല ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്. പിന്നെ പ്രാർത്ഥനയുടെ ബേസ് എന്താണ്? കിട്ടണ അനുഭവം, കിട്ടണ അനുഗ്രഹമില്ലേ? നമുക്ക് എന്ത് കിട്ടിയാലും നമുക്കത് അനുഭവവേദ്യമാകണ്ടേ? അതാണ് പ്രശ്നം. അനുഭവമാണ് പ്രോബ്ലം, അനുഗ്രഹമല്ല വിഷയം. നിങ്ങൾ എന്ത് അനുഗ്രഹം കിട്ടിയാലും അത് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ സംരക്ഷണം വേണം. അതാണ് വിഷയം. എന്ത് അനുഗ്രഹിക്കണമെന്ന്, അനുഗ്രഹം കിട്ടണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക പോലും വേണ്ട. അത് നമ്മൾ ജനിച്ചപ്പോൾ തന്നെ ദൈവം പറഞ്ഞതാണ്, പെരുകി വർദ്ധിക്കും, ഭൂമിയെ കീഴടക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ മക്കളുണ്ടാകാനോ വിവാഹം കഴിക്കാനോ സ്ഥലം മേടിക്കാനോ ഒന്നും ആദ്യമേ കൊടുത്തിരിക്കുന്ന ജനറ്റിക്കൽ ബ്ലെസ്സിങ്സിലുള്ളതാണ് ഇതെല്ലാം. അത് ഏത് ജാതിക്കാരനായാലും ദുഷ്ടനായാലും നിരീശ്വരവാദിയായാലും ഫിസിക്കൽ ബ്ലെസ്സിങ്സ് ഒക്കെയാണ്, ഉറപ്പാണ്. പക്ഷെ എന്താണ് ഉറപ്പല്ലാത്തത്? അനുഭവിക്കാനുള്ള യോഗ്യത. അതാണ് ജോബ് 1:10 പറയണത്. ജോബ് 1:10 എന്താ പറഞ്ഞിരിക്കുന്നത്?
ദൈവം അവനെ സംരക്ഷിച്ചു. എന്തിനാണ്? വെയിൽ കെട്ടി സംരക്ഷിച്ചു. എന്തിന്മേൽ? അവൻ്റെ വസ്തുവകകളുടെ മേൽ. അതാണ് സംരക്ഷണം. ആ സംരക്ഷണം എടുത്ത് മാറ്റി കഴിയുമ്പോൾ എന്ത് പറ്റും? സത്താൻ പറഞ്ഞത് അതാണ്, അവനെ ഞങ്ങൾ തകർത്ത് കളയും. പക്ഷേ ഒരു പണിയുണ്ട്, നീ ഇതിൻ്റെ വേലി ഒന്ന് പൊളിക്കാൻ അനുവാദം തന്നെ പറയും. ജോബ് 1:10. നീ അവനെ ചുറ്റും വേലി കെട്ടി അവനെ സംരക്ഷിക്കുകയല്ലേ, അവൻ്റെ വസ്തുവകകൾ സംരക്ഷിക്കുകയല്ലേ. നമ്മുടെ സ്ഥാവര ജംഗമ വസ്തുക്കളും സൗന്ദര്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ദൈവം സംരക്ഷിക്കുന്നിടത്തോളം കാലം അത് നിൽക്കും. പക്ഷേ സംരക്ഷിക്കണില്ലെങ്കിലോ ഇപ്പം നിങ്ങൾ എന്തെങ്കിലും കോസ്മെറ്റിക് ഉപയോഗിച്ചുകൊണ്ട്, ഇപ്പം ഞാൻ ഇസ്രയേലിൽ ചെന്നപ്പോൾ അവിടുത്തെ മദാമമാരൊക്കെ അവിടെ യൂറോപ്പിൽ നിന്ന് വന്ന മദാമമാർ നമ്മുടെ ചാവുകടൻ്റെ അടുത്ത് പോയി അവിടുത്തെ ചെളി വാരി തേച്ച് ഇങ്ങനെ പിശാചിനെ പോലെ നിൽക്കുകയാണ്. അപ്പോൾ എന്താ ചോദിച്ചതെന്ന് വെച്ചാൽ ചെളിയുടെ അകത്തൊക്കെ കോസ്മെറ്റിക്സ് ഉണ്ടെന്നാണ് പറയണത്. അതായത് ഈ തൊലിയൊക്കെ മിനുസം വരണ കോസ്മെറ്റിക്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ജീവിതകാലം മുഴുവൻ ഇത് വരച്ചത് തേച്ച് നിന്നാൽ മതിയല്ല, വേറെ പ്രസവമൊന്നുമില്ല. കാര്യം ഓരോ മനുഷ്യൻ പെടുന്ന പാടില്ലേ. പക്ഷേ എങ്ങനെ പാടുപെട്ടാലും ആ സമയമാകുമ്പോൾ, ഇപ്പോൾ നമ്മൾ കുഞ്ഞുനാൾ മുതലേ കോസ്മെറ്റിക്സ് ഉപയോഗിക്കുന്നവരില്ലേ. ഞാനൊരു വീഡിയോ എഞ്ചരിക്കാൻ ചെന്നപ്പോൾ അവൾ 9ാം ക്ലാസ്സിൽ പഠിക്കണ കൊച്ച് അമ്മ ഓരോ കാര്യങ്ങൾ, അവളുടെ കാര്യങ്ങൾ സർട്ടിഫിക്കറ്റ് കാണിച്ച കൂട്ടത്തിൽ അവളുടെ പ്രൈവറ്റ് അലമാർ തുറന്നപ്പോൾ അവിടെ സർട്ടിഫിക്കറ്റ് കാണിക്കാൻ വേണ്ടി തുറന്നതാണ്. പക്ഷേ ആ സർട്ടിഫിക്കറ്റ് അല്ല ഇതിൻ്റെ തിരിക്കണത്. സർട്ടിഫിക്കറ്റ് കുറച്ചൊക്കെ ഉണ്ട്, പക്ഷേ എല്ലാത്തിലും ഓരോ തരത്തിലുള്ള ഫേസ് ക്രീംസ് ഇരിക്കുകയാണ്, എല്ലാ തരത്തിലും, എല്ലാ വിഷയം. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ അങ്ങനെ തന്നെയൊക്കെ അവർ പഠിപ്പിച്ചുകൊണ്ട് വരണതാണ്. അമ്മ കുറച്ച് ബ്യൂട്ടി കോൺഷ്യസ് ഓവറായിട്ടുള്ള ആളാണ്. പക്ഷേ എന്നാ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഈ ബോഡി താങ്ങത്തില്ല, കെമിക്കലല്ലേ സാധനം മുഴുവനും. അതുകൊണ്ട് നമ്മൾ 45 വയസ്സാകുമ്പോൾ ഒരു 90 വയസ്സിന് ലുക്ക് ഉണ്ടാകും. പിന്നെ ഇതിൻ്റെ പുറകെ ഇവരുടെ കമ്പനിക്കാരുടെ അടിമയായിട്ട് നടക്കേണ്ടി വരും. ബ്യൂട്ടീഷ്യൻസൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വഴക്കൊന്നും പറയരുത് കേട്ടോ, ഞാൻ ചുമ്മാ ഒന്ന് കണ്ട കാര്യം പറഞ്ഞതേ ഉള്ളൂ. എന്നുവെച്ചാൽ ഓവറായിട്ട് നിങ്ങൾ ഇതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യരുതെന്നാണ് ഞാൻ പറയണത്. കാര്യം അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ, അതായത് ഈ പ്രൊട്ടക്ഷൻ ഈ സമ്പത്തിന് ഇതുപോലെ തന്നെ സംഭവം വന്നത്. അതായത് നിങ്ങൾക്ക് സമ്പത്തുണ്ടാകാം, പക്ഷെ ഒരു മനുഷ്യനെ അത് അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്തു ചെയ്യും? സമ്പത്തുണ്ടാകാം, പക്ഷെ അനുഭവിക്കാൻ പറ്റണില്ല. കുട്ടികളുണ്ടാകാം, അനുഭവിക്കാൻ പറ്റണില്ല. കുട്ടികളുണ്ടാകുകയെ, പക്ഷേ കുട്ടികളെ കൊണ്ടാണല്ലോ ഇപ്പോൾ എല്ലാ അസമാധാനമായി അനുഭവിക്കണം പലരും. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ സാക്ഷ്യം എന്താണ്? ഒരു മകനുണ്ട്, വണ്ടി ഇടിച്ച് മരിച്ചു. അവർക്ക് മകനുണ്ട്, 21 വയസ്സുള്ള മകൻ. ഞാൻ എല്ലാ ദിവസവും ഇത് പറയുന്നുണ്ട്. കാര്യം ഈ സാക്ഷ്യം നല്ലൊരു സാക്ഷ്യമായത് കാരണം ഇതിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങൾ ഈശോ പറഞ്ഞുകൊണ്ടിരിക്കും. കാര്യം അവർക്ക് 54-55 വയസ്സുണ്ട്. അപ്പോൾ 54ാമത്തെ വയസ്സിൽ ഇവരുടെ മകൻ, 21 വയസ്സുള്ള മകൻ വണ്ടി ഇടിച്ച് മരിച്ചു. അപ്പം അതിൻ്റെ സങ്കടവും സഹിക്കാൻ പറ്റത്തില്ല. ഇനി അവർ ഒരു മകനേ ഉള്ളൂ. എന്തായിരിക്കും? അവർ പറഞ്ഞ് ഭ്രാന്ത് പിടിച്ചു പോയെന്ന് പറഞ്ഞു. ഭ്രാന്ത് പിടിച്ചു പോയി. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്ത് പിടിച്ചു പോയെങ്കിലും ഇവർ ഈ ഭർത്താവും ഭാര്യയും ഒരു കാര്യം അവരുടെ സാക്ഷ്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഇങ്ങനെ മകൻ ഒന്നേലൊരു മകനാണെങ്കിലും വണ്ടി ഇടിച്ച് മരിച്ചാണെങ്കിലും അവിടെ ജീവിതത്തിൽ വരെ മക്കളില്ലെങ്കിലും അവർ അതിനെ ഓർത്ത് ജീവിതകാലം മുഴുവൻ നരകിച്ച് ഓർത്ത് മരിക്കേണ്ട ആളാണെങ്കിൽ പോലും ഇവരൊരു കാര്യം ചെയ്തു. എന്താണ്? അവരുടെ പ്രാർത്ഥന പോയില്ല. അതാണ് സംഭവം. അവർ 1 മണി വരെ നിന്ന് പ്രാർത്ഥിക്കും, ഭാര്യയും കൂടി. അതാ സാക്ഷ്യം ഞാൻ 2ാമത് ഇട്ടിട്ടുണ്ട്, അത് വീണ്ടും ഇട്ടിട്ടുണ്ട്. 55 വയസ്സുള്ള സാക്ഷ്യം, 55 വയസ്സുള്ളവർക്ക്. പക്ഷേ അവർക്ക് ഇങ്ങനെ 1 മണി വരെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവരോട് പറഞ്ഞു, വിഷമിക്കേണ്ട, നീ ഒന്നുകൂടി പ്രഗ്നൻ്റ് ആകാൻ വേണ്ടി പറഞ്ഞു. 54ാമത്തെ വയസ്സിലേ ഒന്നുകൂടി പ്രഗ്നൻ്റ് ആകാൻ. അപ്പോൾ ഒരു കൊച്ചു ജനിക്കണമെങ്കിൽ 60 വയസ്സിൽ വലിയമ്മച്ചിക്ക് അമ്മാമ്മയുടെ പ്രായമുള്ളപ്പോൾ ഒരു കുഞ്ഞിനെ കിട്ടും. അതെന്ത് വർക്കൗട്ട് ചെയ്യാത്ത കണ്ടീഷനാണത്. പക്ഷേ എങ്കിലും അവർ പ്രാർത്ഥനയെ തോന്നിച്ചതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് അവർ പിറ്റേ ദിവസം ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ പറഞ്ഞത്, എന്ത് ഭ്രാന്താണ് ഈ കാണിക്കാൻ പോണത്? ആപ്പാടെ ഇപ്പം തന്നെ ഒരു മകൻ 21ാം വയസ്സിൽ മരിച്ചിട്ട് അതിൻ്റെ സങ്കടം താങ്ങാൻ നിങ്ങൾക്ക് പറ്റണില്ല. ഇനി ഈ ഒട്ടിസമൊക്കെ പിടിച്ചൊരു കൊച്ചായിരിക്കും വരാൻ പോണത്. എന്താ കാര്യം? 54ാം വയസ്സിലല്ലേ, അപ്പോൾ പ്രസവിക്കുമ്പോൾ 55 വയസ്സ് നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പോൾ അവന് വല്ല ഡൗൺ സിൻഡ്രോമോ വല്ലതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഇരട്ടി സങ്കടമാകും എന്ന് പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ടൊന്നും അത് ട്രൈ ചെയ്യേണ്ട, അത് വെറുതെ വിട്ടേക്കാൻ പറഞ്ഞു. അപ്പോഴവർക്ക് തോന്നി, രാത്രി 1 മണിക്ക് പ്രാർത്ഥിച്ചപ്പോഴല്ലേ വീണ്ടും പ്രഗ്നൻ്റ് ആകാൻ ഈശോ പറഞ്ഞത്. അപ്പോൾ 2 പേരും കൂടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഉടനെ അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആലപ്പുഴ വന്ന്, തൃശ്ശൂർക്കാരാ, ആലപ്പുഴ വന്ന് ഉടമ്പടി ചെയ്യാമെന്ന് പറഞ്ഞു. ഉടമ്പടി ചെയ്യാൻ വേണ്ടി അവർ ഇവിടെ വന്ന് ഉടമ്പടി ചെയ്യാൻ, അമ്മേ ഒരു കുഞ്ഞിന് വേണ്ടി ഉടമ്പടി ചെയ്യാൻ വന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പ്രാർത്ഥിച്ചിട്ട് ഉടമ്പടി, ഒരു കുഞ്ഞെന്നും പറഞ്ഞ് ഉടമ്പടി ചെയ്ത് ഇവർ ഇറങ്ങി ഇവിടുന്ന്
ഇവർ ചേർത്തല ചെന്നപ്പോൾ തന്നെ ഇവർ ഡോക്ടർ വിളിച്ച് എന്തോ ഒരു മിറക്കിൾ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. എന്താ ഡോക്ടറെ? അല്ല, നിങ്ങളുടെ സ്കാൻ ചെയ്ത ഗർഭപാത്രമൊക്കെ ആൾ സ്കാൻ ചെയ്തായിരുന്നേ. ആ സ്കാനിങ്ങിൽ അപ്പം കണ്ട വടുക്കളല്ല ഇപ്പം കാണുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഗർഭപാത്രം യൗവനം പ്രാപിച്ചിരിക്കുകയാണ്. അത് 35 വയസ്സുകാരുടേതായിട്ട് മാറിയെന്ന്. ഒരു ഉടമ്പടി കൊണ്ടുണ്ടാകുന്ന വിഷയം കണ്ടില്ലേ? രാവിലെ സ്കാൻ ചെയ്ത് ഇത് എന്ത് മിറക്കളാന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും പറ്റണില്ല. സ്കാൻ ചെയ്തപ്പോൾ ഇത് ഭയങ്കര പ്രാകൃതമായ ഗർഭപാത്രമാണ്, ഇതിനകത്തൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞ ആൾ പറയുകയാണ് ഇത് ചേഞ്ച് ചെയ്തല്ല, മിറക്കിൾ സംഭവിച്ചല്ല, 35 വയസ്സുകാരത്തിലെ ഗർഭപാത്രം പോലെ ചേഞ്ച് ചെയ്തല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ എപ്പം വരാൻ പറഞ്ഞ് അവരവിടെ ചെന്നു. ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റ് കിട്ടി. അതിനുശേഷം ഇവർ നാച്ചുറലായിട്ട് തന്നെ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഡോക്ടർ പിന്നെയും പറയും, സ്കാൻ ചെയ്ത് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറയും റിസ്ക് ആണെന്നൊക്കെ പറയും. അപ്പോൾ പറയും ഇവർ പറയും റിസ്ക് അല്ല ഡോക്ടറെ. എന്താണ്? അമ്മ തന്ന കുഞ്ഞല്ലേ, റിസ്ക് ആർക്കാണ്? നമുക്ക് റിസ്ക് ഇല്ലല്ലോ. ആർക്കാണ് റിസ്ക്? അമ്മയ്ക്കല്ലേ റിസ്ക്. അതാണ് അവരുടെ വിശ്വാസം. അടിപൊളി ഒരു കൊച്ച്. ആ സാക്ഷി, അതായത് അതിനെ കൊണ്ടുവന്ന് അപ്പനും അമ്മയും കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം, കുഞ്ഞിനെ കൊണ്ടും സാക്ഷ്യം പറഞ്ഞു. അപ്പം ഞാൻ ഓർക്കിയിരുന്നേ, കുഞ്ഞിനെ കൊണ്ട് സാക്ഷ്യം പറഞ്ഞപ്പോൾ സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് എന്താണെന്നറിയാമോ? പെട്ടെന്ന് വേറൊരു സങ്കീർത്തനം. നമ്മുടെ ഈ ബൈബിളിലുള്ളൊരു പ്രത്യേകത, ബൈബിള് എന്ന് പറയുന്നത് വാഗ്ദാനമാണ്. ഇതിൻ്റെ പേര് തന്നെ വാഗ്ദാനത്തിൻ്റെ പുസ്തകം എന്നാണ്. മറിയത്തിനെ നമ്മൾ വിളിക്കുന്നത് വാഗ്ദാനത്തിൻ്റെ പേടകമെന്നാണ്. എന്ന് വെച്ചാൽ ദൈവം ഒരു മനുഷ്യൻ നശിച്ചു പോകുമ്പോൾ ഏതവസ്ഥയിലും അവനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള മുഴുവൻ സംവിധാനത്തിൻ്റെ പേരാണ് വാഗ്ദാനമെന്ന്. ദൈവം വാക്കിൽ ദാനം വെച്ച് തന്നിരിക്കുന്നത്. ഈ ദാനം എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാ മെയിൻ്റനൻസിനും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പരിപാലനയുടെ ഭാഗമാണ് ദാനം. ഇവരെന്നാ ചെയ്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സന്തോഷിച്ചല്ലേ ഇവർ സാക്ഷ്യം പറയണത്. ഇവരുടെ വിഷയം എന്താണ്? ഇവർക്ക് പഴയ കുഞ്ഞിനെ അനുഭവിക്കാൻ പറ്റാഞ്ഞാണ് ഇവരുടെ പ്രശ്നം. അവൻ 21 വയസ്സ് വരെ ജീവിച്ചപ്പോൾ അവന് അനുഭവിക്കാൻ പറ്റിയില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അനുഗ്രഹം കിട്ടുന്നതല്ല പ്രശ്നം, അനുഭവിക്കാൻ പറ്റണം. ആ കൊച്ചിനെ കിട്ടിയില്ലേ, 21 വയസ്സ് വരെ വളർത്തിയില്ലേ, പക്ഷേ ആ വണ്ടി ഇടിച്ച് മരിച്ചില്ലേ. അതിൻ്റെ അർത്ഥം എന്താണ്? അനുഭവിക്കാൻ അതിന് യോഗ്യമില്ല. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ അനുഗ്രഹമല്ല ചോദിക്കേണ്ടത്, കിട്ടണ അനുഗ്രഹം അനുഭവിക്കാനുള്ള യോഗ്യത. അതിനാണ് ജോബ് പറയണത്. അവൻ്റെ സമ്പത്തിന് ചുറ്റും സമ്പത്ത് ഉണ്ടായിട്ട് കാര്യമില്ല, ദൈവത്തിൻ്റെ സംരക്ഷണം കിട്ടണം. ഈ കൊടുത്ത പോയിന്റ് പിടികിട്ടിയോ? സമ്പത്തുണ്ടാകാം, പക്ഷേ ദൈവത്തിൻ്റെ സംരക്ഷണം കിട്ടണം. ദൈവത്തിൻ്റെ സംരക്ഷണം സമ്പത്തിന് കിട്ടണമെങ്കിലേ ദൈവം പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം. 16:20 എന്താ പറയണത്? കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചെന്ന്. കർത്താവ് നിൻ്റെ സമ്പത്തിനെ കൊണ്ട്, പക്ഷേ കർത്താവ് നിൻ്റെ കൂടെ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ നിൻ്റെ സമ്പത്ത് നിനക്ക് അനുഭവിക്കാൻ പറ്റാതെ വരും. അതല്ലേ ഇപ്പോൾ കാണും. ചില ആൾക്കാരൊക്കെ കോടിക്കണക്കിന് പലിശ വാങ്ങിച്ച ആൾ എന്തുകൊണ്ടാണ് ഡൽഹിയിൽ പോയി മോളിൽ നിന്ന് ചാടിച്ചത്തത്? അനുഭവിക്കാൻ യോഗ്യ സമ്പത്ത് ഉണ്ടായിട്ട് കാര്യമില്ല. അവനേത് വേന്ദ്രനാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ദൈവത്തിൻ്റെ കൂടെ ഉണ്ടാകണം, ദൈവത്തിൻ്റെ അനുഗ്രഹവും അത് ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടാകണം. അതുപോലെ തന്നെ ഇവർക്ക് ആദ്യത്തെ കുഞ്ഞിന് സംരക്ഷണം കിട്ടിയില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വണ്ടിയുടെ സംരക്ഷണം കിട്ടുക. അതായത് ചില മക്കൾ ദൈവത്തിൻ്റെ ഏതെങ്കിലും വഴികളിൽ നമുക്ക് ഏതെങ്കിലും കാലത്ത് ദൈവത്തെ മറന്നാൽ നമുക്ക് മക്കളുടെ സംരക്ഷണം പോകും. ഈ ലവ് ജിഹാദൊക്കെ അങ്ങനെ വരണതാണ്. മക്കൾ വണ്ടി ഇടിച്ച് മരിക്കും തന്നെ കർത്താവിൻ്റെ വചനത്തിലുണ്ട്. സംരക്ഷണം കിട്ടാത്തത് കൊണ്ടാണ് മക്കൾ അപകടപ്പെട്ട് മരിക്കും. 65:24 ശ്രുതികടെ ഹല്ലേലൂയ. അവർക്ക് ജനിക്കുന്ന ശിശുക്കൾ അത്യാഹിതത്തിന് ഇരയാവുകയില്ല. വചനം പറഞ്ഞോളൂ. 65:23 യെശയ്യാ 65:23 അവർക്ക് ജനിക്കുന്ന ശിശുക്കൾ അത്യാഹിതത്തിന് ഇടയാവുകയില്ലെന്ന് പറഞ്ഞാൽ ആർക്കാണെന്നറിയാവോ? അനുഗ്രഹം അനുഭവിക്കാൻ വേണ്ടി അഭിഷേകം കിട്ടി. അനുഗ്രഹം കിട്ടി മാത്രം കാര്യമില്ല. നിങ്ങളിപ്പോൾ മക്കളെ കിട്ടണം അല്ലെങ്കിൽ ഞാൻ കെട്ടിത്തൂങ്ങി ചാവുമെന്നൊക്കെ പറഞ്ഞ് നടക്കണില്ലേ? മക്കളെ കിട്ടണമെന്നല്ല പറയണത്. ചില ആൾക്കാർ പ്രഗ്നൻ്റ് ആയാൽ പിന്നെ പള്ളിപ്പോലും പോകത്തില്ല. പിന്നെ എങ്ങനെ സംരക്ഷണം കിട്ടണം? ഇവിടുത്തെ പ്രശ്നം അതല്ലേ. പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ വകുപ്പിൽ ഈ പെരുമ്പാമ്പ് കിടക്കണ പോലെ വീട്ടിൽ മലന്ന് കിടക്കണ കാണാം, ചുരുണ്ടുകൂടി കിടക്കണ കാരണം. പള്ളിയുമില്ല, പട്ടക്കാരനുമില്ല, പ്രാർത്ഥനയില്ല, ഒന്നുമില്ല. അതിന് അവളെ എല്ലാവരും ശുശ്രൂഷിച്ച് ഈ വെണ്ണപ്പാളി പോലെ ഇരുന്ന ആളെ ശുശ്രൂഷിച്ച് അവസാനം പ്രസവിക്കും. ആ പ്രസവിക്കുന്ന കൊച്ചിന് എങ്ങനെ സംരക്ഷണം കിട്ടും? അതാണ് ഈ ഐസയ വചനം അറിയാത്തതുകൊണ്ട് സംഭവിക്കണതല്ലേ. നിങ്ങളെന്താ ചെയ്യേണ്ടത്?
വചനം ചില ഇപ്പോഴത്തെ ചെറുപ്പക്കാരായിട്ടുള്ള മക്കളെന്താ ചെയ്യണത്? അവർ വചനം അറിയാവുന്നത് എന്താ ചെയ്യണത്? അവർ 90 സങ്കീർത്തനം 91 സങ്കീർത്തനമൊക്കെ ഈ പ്രകടനാകണ സമയം മുതൽ വയറ്റ് കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എന്ന് പറയാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളെനിക്കറിയാം. അതായത് അവർ പറയും, കർത്താവേ നീ തന്ന കുഞ്ഞാണ്, നീ തന്നെ വളർത്തണം, നിൻ്റെ കുഞ്ഞാണ് എന്ന് പറയും. നിൻ്റെ കുഞ്ഞാണെന്ന് പറയുമ്പോഴാണ് ദൈവ സംരക്ഷണം നമുക്ക് ലഭിക്കണത്. അല്ലാതെ നമ്മൾ എൻ്റേതാണെന്ന് എപ്പോഴെങ്കിലും നീ എന്തെങ്കിലും കാര്യം എൻ്റേതാണെന്ന് പറഞ്ഞു പോയാൽ, എൻ്റെ വിദ്യാഭ്യാസം ഞാനാണ് പഠിച്ചത്, എനിക്കാണ് ബുദ്ധി, എൻ്റെ ബുദ്ധി കൊണ്ടാണ് ഞാൻ മൊഡ്യൂൾസിലെല്ലാം പാസ്സായത്, എൻ്റെ കഴിവുകൊണ്ടാണ് ഞാൻ ജർമ്മനി പോയതെന്നൊക്കെ പറഞ്ഞാൽ സംരക്ഷണം പോകും. നിങ്ങളാണ് നിങ്ങളുടെ സംരക്ഷണം കളയണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അഹങ്കാരം കാണിക്കുമ്പോഴാണ് സംരക്ഷണം പോണത്. മറിച്ച് സംരക്ഷണം കിട്ടണമെന്നുണ്ടെങ്കിൽ എളിമപ്പെടണം. എന്ന് വെച്ചാൽ നിങ്ങളുടെ അനുഗ്രഹം ഇപ്പോൾ 1-10-3-9 എന്താ പറയണത്? 1-10-3-9 അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞേ. അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അപ്പോൾ അനുഗ്രഹം നമുക്ക് അവകാശമായിട്ട് കിട്ടാം. പക്ഷെ ചില അവകാശങ്ങൾ നമുക്ക് അനുഭവിക്കാൻ യോഗ്യത ഉണ്ടാകത്തില്ല. ചില അനുഗ്രഹങ്ങൾ നമുക്ക് അനുഗ്രഹങ്ങളെല്ലാം അവകാശങ്ങളാണ്, പക്ഷേ ചില അവകാശം നമുക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല. അവകാശമായിരിക്കും. അതാണ് കർത്താവ് ധൂർത്തപുത്രൻ്റെ കഥ പറയണത്. ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. 2 പേർക്കും ഇളയ മകൻ അവനോട് പറഞ്ഞു, എൻ്റെ അനുഗ്രഹം, എൻ്റെ അവകാശം ഇങ്ങോട്ട് തന്നേക്കാൻ പറഞ്ഞു. പിന്നെ എന്ത് ചെയ്ത്? അവൻ കൊടുത്തപ്പോൾ നാട്ടിൽ നിന്നില്ല. അവൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ദൈവത്തിന് അവകാശം കൊടുത്തവൻ്റെ അവകാശം മേടിച്ചുകൊണ്ട് അപ്പനെ ഉപേക്ഷിച്ചുകൊണ്ട് അവൻ പോയി കഴിയുമ്പോൾ പിന്നെ സംഭവിക്കുന്നത് എന്താണ്? തുണിയില്ലാണ്ട് അവൻ തിരിച്ചു വരുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. നിൻ്റെ അവകാശം നീ നേടും, പക്ഷേ നീ അവസാനം ഗതികെട്ടവളായി തിരിച്ചു വരും. ദൈവത്തെ മറന്നാൽ. മൂത്ത മകൻ ദൈവത്തെ മറന്നില്ല. എന്ത് അവകാശം നിനക്ക് കിട്ടും, എന്ത് പ്രാർത്ഥിച്ചാലും ദൈവം തരും, പക്ഷെ തന്നതിന് ശേഷം നീ ദൈവത്തെ മറക്കരുത്. അവിടെയാണ് ആൾക്കാർക്ക് പറ്റണത്. അനുഭവിക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത് അതാണ്. അവർ വീടുകൾ വെക്കും, അത് താമസിക്കും. കണ്ടവൻ വന്നാൽ വീട്ടിൽ താമസിക്കത്തില്ലെന്ന്. അത് ഐസയുടെ വചനമാണ്. ഐസയ 65 വചനമാണ്, 21-22. അവർ വീടുകൾ വെക്കും, അതിൽ താമസിക്കും. മറ്റ് അന്യന്മാർ വന്ന് അതിൽ താമസിക്കത്തില്ല. നിങ്ങൾ വീടിന് വേണ്ടി പ്രവർത്തിച്ചാൽ ദൈവം വീട് തരും. പക്ഷെ നാളെ ജപ്തി ചെയ്ത് പോയാലോ, അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുത്താലോ കണ്ടവും വന്ന് താമസിക്കത്തില്ലേ? വീട് വെച്ചിട്ടെന്ത് കാര്യം? അനുഭവിക്കാൻ യോഗ്യത വേണ്ടേ? വീട് വെക്കണതല്ല പ്രശ്നം, അനുഭവിക്കാൻ യോഗ്യതയാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ ദൈവത്തോട് ചേർന്ന് നമ്മൾ അധ്വാനിക്കണം. അതാണ് കർത്താവ് പറയണത്, എന്നോട് കൂടെ ശേഖരിക്കണം, എന്നോട് കൂടി ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ കൂടെ എല്ലാ നീ അനുഭവമോ, ദൈവത്തിൻ്റെ കൂടെ എല്ലാ നീ അനുഗ്രഹമോ, ദൈവത്തിൻ്റെ കൂടെ എല്ലാ നീ അവകാശവും നേടിയാൽ അനുഭവിക്കാൻ പറ്റാത്തവനെ മാറുന്നെങ്കിൽ, ഒരു അനുഗ്രഹം അനുഭവിക്കണമെങ്കിൽ, ഒരു അവകാശം അനുഭവിക്കണമെങ്കിൽ അത് ദൈവത്തിൻ്റെ കൂടെ ചേരണം. അതായത് നിൻ്റെ സമ്പത്തിൻ്റെ മേലെ, നിൻ്റെ കഴിവിൻ്റെ മേലെ, നിൻ്റെ ഉദ്യോഗത്തിൻ്റെ മേലെ, നിൻ്റെ സൗന്ദര്യത്തിൻ്റെ മേലെ, നിൻ്റെ ആരോഗ്യത്തിൻ്റെ മേലെ, നിൻ്റെ ബിസിനസ്സിൻ്റെ മേലെ ദൈവത്തിന് കൂടി ഒരു പങ്കുണ്ടാകണം. ദൈവത്തിൻ്റെ കൂടി ഒരു ഷെയർ ഉണ്ടാകണം. ദൈവത്തിൻ്റെ നിൻ്റെയും പേരിലായിരിക്കണം ദൈവപൈതലെ നിൻ്റെ അനുഗ്രഹമെന്ന് കർത്താവ് ധൂർത്തപുത്രൻ്റെ മൂത്ത കഥ പറയുന്നുണ്ട്. മൂത്തവനെക്കുറിച്ച് പറയുന്നതാണ്, അവന് അവകാശമുണ്ട്. എൻ്റെ മകനെ എന്നല്ലേ വിളിക്കണം, എൻ്റെ മകനെ, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണെന്ന് പറയുമ്പോൾ അവന് ഉള്ളതാണ്, മൂത്തവനെ. പക്ഷേ അത് ഒരു കുരു അരി പോലും നഷ്ടപ്പെട്ടിട്ടില്ല. കാര്യം എന്താണ്? അപ്പന് കൂടി അതിൻ്റെ അപ്പോഴും പങ്കുണ്ട്. നിൻ്റെ ഐശ്വര്യത്തിൽ, നിൻ്റെ അനുഗ്രഹത്തിൽ, നിൻ്റെ അവകാശത്തിൽ, നിൻ്റെ അനുഗ്രഹത്തിൽ ദൈവപൈതലെ ദൈവത്തിന് കൂടി പങ്കുണ്ടായിക്കഴിഞ്ഞാൽ അത് സംരക്ഷണമായി, അതിന് വേലിയായി അത് നീ അനുഭവിക്കുക ചെയ്യും. അങ്ങനെ ഉടമ്പടി നിന്നെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നതിൻ്റെ വലിയൊരു കാലഘട്ടം നിന്റെ ജീവിതം തുടങ്ങുകയാണ്. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എന്തു ചെയ്തു നന്ദി ചൊല്ലിടും എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ച